ഹലോ, ഇന്ന് നമുക്ക് രാത്രി കഴിക്കാനുള്ളൊരു തട്ടിക്കൂട്ട് ഭക്ഷണം റെഡിയാക്കിയാലോ? അപ്പോൾ പോന്നോ. കഴുകി വെച്ച ചിക്കനകത്ത് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മാത്രം ഇട്ടോ. എല്ലാവർക്കും അല്ലേ വേണ്ട, എന്തിനാ ഞാൻ ഇതിൻ്റെയൊക്കെ അളവ് പറഞ്ഞിരുന്നതല്ലേ. ഈ ഭക്ഷണം കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കണം, ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. അത്ര അഹങ്കാരമൊന്നും എനിക്കില്ല, എന്നെ കൂട്ടിക്കോളൂ. അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ നമ്മുടെ ഷെൽഫിൽ നമുക്ക് ഏകദേശം വേണമെന്ന് തോന്നുന്ന എല്ലാ പൊടികളും എടുത്തിടാം കേട്ടോ. അടുത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് ഒരൽപ്പം ഗരം മസാല. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്നിട്ടിട്ട് നമ്മളൊന്നും മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, സാധാരണ കൈ കൊണ്ടൊക്കെയാണ് മിക്സ് ചെയ്യാറുള്ളത്, പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സ്റ്റൈലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പൂൺ വെച്ചൊക്കെ ഇളക്കുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ കൈ കൊണ്ടൊക്കെ വെച്ച് മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാൻ വെക്കുക. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് മുന്നേ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാനിത്. ഈ ബട്ടറൊന്നും എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പാനിലോട്ടേക്ക് ഇടാം. എൻ്റെ അമ്മേ, കത്തി ഇപ്പോൾ സിൽപ്പായിട്ട് എൻ്റെ വയറിലോട്ടേക്ക് കുത്തി കയറിയാനെ. ശരി, അങ്ങനെ നമ്മുടെ ബട്ടറൊന്ന് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിങ്ങനെ കാത്ത് നിൽക്കാം. ഓക്കെ, പിന്നെ ആ പാനിലത്തെ കാണുന്ന വൈറ്റ് കുത്തുകൾ പാനിൻ്റെ ആ ഉള്ളത്തെ അത് പോയതല്ല കേട്ടോ. അതിൻ്റെ ഡിസൈൻ അങ്ങനെ തന്നെയാണ്. നടുക്കുള്ള കുറച്ച് വരകളും കുറികളൊക്കെ പോയതാണെന്ന് പറയാം. പിന്നെ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ജിഞ്ചർ, ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് ചോപ്പ് ചെയ്തിട്ടാൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തട്ടിക്കൂട്ടാണെന്ന്, അതുകൊണ്ട് എനിക്കിതിന് ഇങ്ങനെ ഉണ്ടാക്കാനാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ കുത്തിച്ചതച്ച് വെച്ചിരിക്കുന്ന ആ ഗാർലിക്കാണ് കേട്ടോ. ഗാർലിക്ക് എന്താ പറയുക, ഈ ബട്ടറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബട്ടറും ഗാർലിക്കും തമ്മിൽ ഇങ്ങനെ മിക്സായിട്ട് വരുമ്പോൾ ഒരു സ്മെല്ല്, അത് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ആ ചിക്കനൊക്കെ എടുത്തിട്ട് ആ പാനിലോട്ടേക്ക് അങ്ങ് കമഴ്ത്തുക. ഓക്കെ, അതിനുശേഷം മൂടി വെച്ചേക്കാം. കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തെങ്കിലും ഒച്ചപ്പാടുകൾ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടുക. അതാണല്ലോ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് നേരം ഇങ്ങനെ മൂടി വെച്ചിട്ട് നമ്മൾ വീണ്ടും കാത്തിരിക്കുക. ഇപ്പം ഞാൻ എന്തിനാണത് മുറിച്ച് നോക്കിയെന്ന് വെച്ചാൽ അതിനകത്തുള്ള ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അത് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ ചെറിയൊരു പീസിനെടുത്ത് കട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബൺ ഇതെടുത്ത് കട്ട് ചെയ്തൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ബർഗറൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. പിന്നെ ഭംഗിക്ക് ഒരു ചീസിന് എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം. ഇത് കൊളാവുന്ന നേരത്തെ ചീസിന് മനസ്സിലായോ ആവോ എന്താണെന്നറിയില്ല. അങ്ങനെ വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക ആ ചിക്കനെ. അതിനുശേഷം കീറി വെച്ച ബണ്ണെടുത്തിട്ട് നമ്മുടെ പാനിൽ വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കനൊക്കെ എടുത്തിട്ട് എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം എന്നോണം എനിക്ക് മടുത്തു കേട്ടോ. ഈ കളി എനിക്ക് മതിയായി. അപ്പോൾ കുറച്ച് ബട്ടറും കൂടെ സൈഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസ് ഉണ്ടല്ലോ, അതും കൂടി എടുത്ത് വെച്ച് ചിക്കനൊക്കെ പുറത്ത് പോയി. ഇറ്റ്സ് ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ബണ്ണും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആ പുറത്ത് വന്നിരിക്കുന്ന ആൾക്കാർക്കൊന്നും അതിനുള്ളിൽ പോകാൻ വലിയ താല്പര്യമില്ലാത്തവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത ബണ്ണിലോട്ടേക്ക് ആ ചിക്കനൊക്കെ യൂസ് ചെയ്യാം. ഇതിന് എന്തായി തീരും ഈശ്വര എന്നുള്ളൊരു ഇരിപ്പ് ഇതിൻ്റെ മുമ്പിൽ കുറച്ച് നേരമെങ്കിലും ഒന്ന് ഇരിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ നന്നാവണേ എന്നുള്ള ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക. കാത്ത് ശരി, എന്നാൽ പോയി കുറച്ച് നേരം ടി വി എങ്ങാനും കണ്ടാലോ. കാരണം ഫുൾ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് പോയിട്ട് ഇത് മാമുണ്ണാം. ഓക്കെ, അങ്ങനെ ഇത് മൂവിയപ്പോൾ വെക്കുക. ഓൾമോസ്റ്റ് എല്ലാം കണ്ടത് തന്നെ. ശരി, എന്തെങ്കിലും ഒരു കോമഡി സീനോ എന്തെങ്കിലും വെക്കാമെന്ന് എഴുതിയിട്ട് ഉള്ള ഇരിപ്പാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചീസൊക്കെ ഇങ്ങോട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വലിയ സന്തോഷം കണ്ടായിരിക്കും വലിയ എന്താ ഫുഡ് ഉണ്ടാക്കിയതാണെന്ന്. ഒന്നുമില്ല,
അങ്ങനെ പ്ലേറ്റ് എടുത്ത് വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ ബണ്ണ് ഞാൻ ഇതിൽ വെച്ചിട്ടൊന്ന് ഒരു പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ ഇതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് വെച്ചുകൊണ്ടുണ്ടെന്നറിയില്ല, അത് കുറച്ചുകൂടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ആ ചീസ് ഒന്നുകൂടെ നന്നായിട്ട് മെൽട്ടായി, അതും നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഈ എന്താ പറയുക, ഇതിൽ ഈ പാനിൽ ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും തുടച്ച് വടിച്ചെടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിൻ്റെ എല്ലാ സൈഡിലേക്കോട്ടുമായിട്ട് വെറുതെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അങ്ങനെ എല്ലാത്തിനും പേര് വേണം നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.